നമസ്കാരം. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി നിലനിൽക്കെ നിർണായക പ്രഖ്യാപനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ഗവൺമെന്റിന്റെ പ്രത്യേക അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ നശിപ്പിക്കാനുള്ള നീക്കം 10 ദിവസത്തേക്ക് താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി ട്രംപ് അറിയിച്ചു. സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ പുതിയ നീക്കം. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ഈ വിവരം പുറത്തുവിട്ടത്. 2026 ഏപ്രിൽ 6 തിങ്കളാഴ്ച വൈകിട്ട് 8 മണി വരെ ഊർജ്ജ പ്ലാന്റുകൾക്ക് നേരെയുള്ള ആക്രമണം ഉണ്ടാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാൻ ഗവൺമെന്റിന്റെ അഭ്യർത്ഥന പ്രകാരം ഊർജ്ജ നിലയങ്ങൾ നശിപ്പിക്കുന്നതിനുള്ള കാലയളവ് 10 ദിവസത്തേക്ക്, അതായത് ഏപ്രിൽ 6 തിങ്കളാഴ്ച വരെ താൽക്കാലികമായി നിർത്തുന്നു. ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാധ്യമങ്ങൾ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും ചർച്ചകൾ വളരെ നന്നായി മുന്നോട്ട് പോകുന്നു എന്നാണ് ട്രംപ് പറഞ്ഞത്. അതേസമയം മേഖലയിൽ ഒരു വശത്ത് ചർച്ചകൾ നടക്കുമ്പോൾ മറുവശത്ത് സൈനിക നീക്കങ്ങളും ശക്തമാകുന്നുണ്ട്. റഷ്യ ഇറാനിലേക്ക് മാരകായുധങ്ങളായ ഡ്രോണുകൾ അയക്കുന്നതായി ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. 2026 ഫെബ്രുവരി 28 യുദ്ധം ആരംഭിച്ചതിനു ശേഷം റഷ്യ ഇറാനിലേക്ക് അയക്കുന്ന ആദ്യത്തെ പ്രധാന ആയുധശേഖരമാണിത്. ഡ്രോണുകൾക്ക് പുറമെ ഭക്ഷണ സാധനങ്ങളും മരുന്നുകളും രഹസ്യാന്വേഷണ വിവരങ്ങളും റഷ്യ കൈമാറുന്നുണ്ട് എന്നാണ് സൂചന. ഇറാൻ നിർമ്മിത ഷഹീദ് 136 ഡ്രോണിന്റെ റഷ്യൻ പതിപ്പായ ഗറാൻ 2 ഡ്രോണുകളാണ് കൈമാറുന്നതെന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ. ഈ മാസം അവസാനത്തോടെ കൈമാറ്റം പൂർത്തിയാകുമെന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ ഈ റിപ്പോർട്ടുകളെ റഷ്യൻ വക്താവ് ദിമിത്രി പെസ്കോവ് പൂർണ്ണമായും നിഷേധിച്ചു. റഷ്യയുടെ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനമായ S-400 നൽകണമെന്ന ഇറാന്റെ ആവശ്യം മോസ്കോ തള്ളിയതായാണ് വിവരം. അമേരിക്കയുമായുള്ള ബന്ധം കൂടുതൽ വഷളാക്കുന്നത് ഒഴിവാക്കാനാണ് നീക്കം. എങ്കിലും പകരം വേബ വിക്ഷേപണ യൂണിറ്റുകളും മിസൈലുകളും നൽകാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായിട്ടുണ്ട്. അതിനിടെ റഷ്യയ്ക്കും ഇറാനും ഇടയിലുള്ള കാസ്പിയൻ കടലിലെ സൈനിക കൈമാറ്റ പാത ലക്ഷ്യമിട്ട് കഴിഞ്ഞയാഴ്ച ഇസ്രയേൽ ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. ഇറാന്റെ നിലനിൽപ്പിനായി റഷ്യ നടത്തുന്ന സഹായങ്ങൾ തടയുക എന്നതായിരുന്നു ഇസ്രായേൽ ലക്ഷ്യം. അതിനൊപ്പം ആണവ വ്യാപന നിരോധന കരാറിൽ നിന്നും പിന്മാറാനും പരസ്യമായി ബോംബ് നിർമ്മിക്കാനും ഇറാൻ ആലോചിക്കുന്നതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. മേഖലയിലേക്ക് 2000 പാരാട്രൂപ്പർമാരെ കൂടി അയക്കാൻ അമേരിക്ക ഉത്തരവിട്ട സാഹചര്യത്തിലാണത്. നേരത്തെ തന്നെ 4500 മറീനുകൾ അമേരിക്ക ഈ പ്രദേശത്തേക്ക് വിട്ടിരുന്നു. ഇതിനെ പ്രതിരോധിക്കാൻ 10 ലക്ഷത്തോളം സൈനികരെ യുദ്ധത്തിനായി സജ്ജമാക്കിയിട്ടുണ്ടെന്നും ഇറാൻ അവകാശപ്പെടുന്നു. അങ്ങനെ നോക്കിയാൽ ഇറാൻ ഒരു പൂർണ്ണ യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ്. ആണവ ആയുധങ്ങളും ഒപ്പം 10 ലക്ഷത്തോളം സൈനികരെയും ഇറാൻ നിരത്തുകയാണ്. ട്രംപ് അനുവദിച്ച 10 ദിവസത്തെ സാവകാശ മേഖലയിൽ സമാധാനം കൊണ്ടുവരുമോ അതോ യുദ്ധത്തിന്റെ മുന്നോടിയായുള്ള ഇടവേള മാത്രമാണോ എന്നാണ് ലോകം നിലവിൽ ഉറ്റുനോക്കുന്നത്. ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഏപ്രിൽ 6 ശേഷം ഇറാന്റെ സാമ്പത്തിക നട്ടലായ ഊർജ്ജ നിലയങ്ങൾ ലക്ഷ്യമിട്ട് വലിയ തോതിലുള്ള വ്യോമാക്രമണങ്ങൾ ഉണ്ടായേക്കാം. ഈ ഘട്ടത്തിൽ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഒരു കരയുദ്ധം ഉണ്ടാകാനുള്ള സാധ്യത കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇറാൻ വലിയ തോതിലുള്ള പ്രതിരോധ സന്നാഹം ഒരുക്കുന്നുണ്ട്. 10 ലക്ഷത്തോളം സൈനികർ യുദ്ധത്തിനായി സജ്ജമാക്കിയിട്ടുണ്ടെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ പ്രധാന പാതയായ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കുക എന്നതാണ് ഇറാന്റെ പ്രധാന തന്ത്രം. ഇതിന്റെ ഭാഗമായി പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർക്ക് ദ്വീപിൽ ശത്രു സൈന്യത്തെ തടയാൻ കരയിലും കടലിലും മൈനുകൾ വിതറി സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്.